സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖൊമേനി. ഇറാൻ സമാധാന ചർച്ചകളിലേക്ക് കടന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് മൊജ്തബയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് മൊജ്തബ പരമോന്നത നേതാവ് എന്ന നിലയിലുള്ള ആദ്യ പ്രസ്താവനയിൽ പറയുന്നത്. 1, ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും. 2, മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ഉടൻ പൂട്ടണം. 3, ഇറാൻ തങ്ങളുടെ പ്രോക്സികളുമായുള്ള ബന്ധം ശക്തമായി തുടരും. ഇതിലൂടെ മൊജ്തബ ഇപ്പോൾ നടക്കുന്നുവെന്ന് പറയപ്പെടുന്ന സമവായ നീക്കങ്ങളെയാണ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതുവഴി അന്താരാഷ്ട്ര തലത്തിലും അമേരിക്കയ്ക്ക് മേലും കൂടുതൽ സമ്മർദ്ദം ഇറാൻ ചെലുത്തുകയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതിനിടെ ഇത്രയും ആക്രമണം നടത്തിയിട്ടും ഇറാൻ ഭരണകൂടത്തിന് തകർച്ചയുണ്ടായിട്ടില്ല എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിന് ജനത്തിനുമേൽ വലിയ നിയന്ത്രണം ഇപ്പോഴുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് പരിഗണിച്ചാണ് ആക്രമണം ഉടൻ നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞത് എന്നാണ് വിലയിരുത്തൽ. അതിനിടെ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ശക്തമായി പരക്കുകയാണ്. നെതന്യാഹുവിൻ്റെ വിമാനം ഗ്രീസിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ അഭ്യൂഹം. ഒപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലിന് തീപിടിച്ച വാർത്തയിലും അഭ്യൂഹം ശക്തമാണ്. പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം മൊജ്തബ ഖൊമേനി പ്രസ്താവനയിലൂടെ പൂർണ്ണമായും പറഞ്ഞത് എന്താണെന്ന് നോക്കാം. നമ്മുടെ രാജ്യം വലിയ സമ്മർദ്ദങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ നിർണായക സമയത്ത് അങ്ങേയറ്റം ധീരതയോടെ പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പോരാളികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യം കീഴ്പ്പെടുത്താതെയോ വിഭജിക്കപ്പെടാതെയോ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇറാൻ്റെ സായുധ സേനയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി ആഗോളതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടരാൻ തന്നെ നാം തീരുമാനിച്ചിരിക്കുന്നു. മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും എത്രയും വേഗം അടച്ചുപൂട്ടണം. അല്ലാത്തപക്ഷം അവ കനത്ത ആക്രമണങ്ങൾക്ക് വിധേയമാകും. അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ കഴിയാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള നമ്മുടെ ആക്രമണങ്ങൾ തുടരുക തന്നെ ചെയ്യും. യമനിലെ നമ്മുടെ സായുധ സംഘങ്ങൾ, അതായത് ഹൂതികൾ, അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കും. അതുപോലെ ഇറാഖിലെ പോരാളികളും ഇസ്ലാമിക വിപ്ലവത്തെ സഹായിക്കാൻ സന്നദ്ധരാണ്. ഇറാൻ്റെ പോരാട്ടം തുടരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതം എന്നാണ് മൊജ്തബ ഖൊമേനി TV-യിൽ നൽകിയ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ മൊജ്തബ നേരിട്ട് വന്ന് പ്രസ്താവന നടത്താത്തതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസ്താവന നേരിട്ട് നടത്താൻ പോലും കഴിയാത്തത്ര അശക്തനാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണല്ലോ റിപ്പോർട്ട്. ആക്രമണത്തിൽ അത്രത്തോളം വലിയ പരിക്കാണോ അദ്ദേഹത്തിന് ഏറ്റത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഇതൊരു തന്ത്രപരമായ നീക്കമായി പല നിരീക്ഷകരും കാണുന്നുണ്ട്. ഇറാൻ്റെ തന്ത്രപരമായ നീക്കമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തതിന് പിന്നിൽ പ്രധാനമായി 3 തന്ത്രങ്ങൾ ഉണ്ടാകാമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. 1, നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇസ്രയേൽ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതിനാൽ തൻ്റെ കൃത്യമായ ലൊക്കേഷനോ ശാരീരിക അവസ്ഥയോ പുറത്തറിയിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാകാം. 2, നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ പ്രസ്താവനകൾ മാത്രം പുറത്തുവിടുന്നത് ശത്രു രാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് മറ്റൊന്ന്, ഒരു പുതിയ നേതാവ് എന്ന നിലയിൽ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചോദ്യങ്ങളെ നേരിടുന്നതിന് പകരം ഭരണകൂട സംവിധാനത്തിലൂടെ തൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നത് അധികാരത്തിന്മേലുള്ള തൻ്റെ പക്വത കാണിക്കാനാണ് എന്നും വിലയിരുത്തലുണ്ട്. മൊജ്തബയുടെ പ്രസ്താവന പുറത്തു വരുന്നതിന് മുമ്പ് സമാധാനത്തിനും ചർച്ചകൾക്കും വഴി തുറന്ന തരത്തിൽ ചില നിർണായക സൂചനകൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നൽകിയിരുന്നു. പെഷഷ്കിയാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 3 നിബന്ധനകളും മുന്നോട്ട് വച്ചിരുന്നു. ഇറാൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് കിട്ടുക. ഇങ്ങനെയാണ് 3 നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് ഒമാനും ഖത്തറും തുടക്കമിടുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇതെല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് കടുത്ത നിലപാടുമായി മൊജ്തബ ഖൊമേനിയുടെ പ്രസ്താവന വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിനിടെയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് റോയിറ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ്റെ നേതൃത്വം ഇപ്പോഴും വലിയ തകർച്ചയില്ലാതെ തുടരുകയാണെന്നും ഉടനെയൊന്നും തകരാൻ സാധ്യതയില്ല എന്നുമാണ് 3 സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഭരണകൂടം ഇറാനിയൻ പൊതുജനങ്ങൾക്ക് മേൽ ഇപ്പോഴും നിയന്ത്രണം നിലനിർത്തുന്നു എന്നും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ഫെബ്രുവരി 28-ന് ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടിട്ടും ഇറാൻ്റെ പുരോഹിത നേതൃത്വത്തിന്മേലുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിനുള്ളിൽ
വലിയ ഐക്യം നിലനിന്നു എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. ഇപ്പോഴത്തെ ആക്രമണങ്ങൾ ഇറാനിലെ പുരോഹിത ഭരണകൂടത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്രയേൽ ഉദ്യോഗസ്ഥരും അടച്ചിട്ട മുറിയിൽ ഇത് സമ്മതിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖൊമേനി കൂടാതെ ഡസൻ കണക്കിന് മുതിർന്ന ഉദ്യോഗസ്ഥരും നിർണായകരായ IRGC കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടും അധികാരമേറ്റെടുത്ത നേതാക്കൾക്കും IRGCക്കും രാജ്യത്തിന് മേൽ നിയന്ത്രണം നിലനിർത്താൻ കഴിഞ്ഞു എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, ഇറാനിയൻ സുരക്ഷാ സേനയ്ക്കെതിരെ പോരാട്ടം തുടരാൻ ഈ കുർദിഷ് ഗ്രൂപ്പുകൾ, അതായത് കുർദിഷ് ഗ്രൂപ്പുകളുടെ സഹായം തേടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കുർദിഷ് ഗ്രൂപ്പുകൾക്ക് കഴിയില്ല എന്നും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നു. അവർക്ക് ആവശ്യമായ ആയുധബലമോ അംഗബലമോ ഇല്ല എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇറാഖിലുള്ള കുർദിഷ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാനിൽ അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഇതിനുവേണ്ടി നെതന്യാഹു ചില ചരടുവലികൾ നടത്തുന്നു എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റോയിറ്റേഴ്സ് തന്നെയാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത്. പക്ഷേ അതിനുള്ള കരുത്ത് കുർദിഷ് ഗ്രൂപ്പിനില്ല എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ആയുധങ്ങളും കവചിത വാഹനങ്ങളും നൽകണമെന്ന് കുർദിഷ് ഗ്രൂപ്പുകൾ വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും നിയമ നിർമ്മാതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല. അതിന് കാരണം ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണെന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത്. അതായത് കുർദിഷ് ഗ്രൂപ്പുകൾക്ക് ഇറാനെ നേരിടാനുള്ള കരുത്തില്ല എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ വൈറ്റ് ഹൗസ് ചെവിക്കൊള്ളാത്തത് എന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത്. ഇറാനിൽ അമേരിക്കൻ കരനീക്കം അല്ലെങ്കിൽ അമേരിക്കൻ കരസേനയുടെ നീക്കമുണ്ടെങ്കിൽ മാത്രമേ ഭരണകൂടം അസ്ഥിരമാകുകയുള്ളൂ എന്നും റോയിറ്റേഴ്സിൻ്റെ സോഴ്സുകൾ പറയുന്നു. പക്ഷേ അമേരിക്കൻ കരസേനയ്ക്ക് വലിയ വെല്ലുവിളിയായിരിക്കും ഇത് സൃഷ്ടിക്കുക എന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. അതായത് ഇറാൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കരസേനാ വിന്യാസം ഉണ്ടായാൽ അമേരിക്കൻ സൈനികർക്ക് വലിയ നാശമുണ്ടാകുമെന്നാണ് സൈനിക വിദഗ്ധരെല്ലാം ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് ഗൗരവത്തിലെടുത്തു എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇറാനിനെതിരായ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കുമെന്നുള്ള സൂചന നൽകിയതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ തങ്ങൾ അതിനില്ലെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് മുജ്തബ ഖൊമേനിയുടെ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം. അതിനിടെ ചെങ്കടലിൽ നിലയുറപ്പിച്ചിരുന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ, അമേരിക്കൻ കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിൽ തീപിടുത്തമുണ്ടായതായും അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായത് അമേരിക്ക ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2 അമേരിക്കൻ നാവികർക്ക് പരിക്കേറ്റു. തീപിടുത്തം ഉടനെ തന്നെ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് അമേരിക്കൻ നാവികസേന അവകാശപ്പെടുന്നത്. കപ്പൽ ഇപ്പോഴും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. തീപിടുത്തത്തിന് യുദ്ധവുമായി ബന്ധമില്ല എന്ന് അമേരിക്കൻ നാവികസേന പറയുന്നുണ്ട് എങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൂതികളുടെ സാന്നിധ്യമാണ്. ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ നിരന്തരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നവരാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ. കപ്പലിന് നേരെ ഒരു ലോ കോസ്റ്റ് ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് USS ജെറാൾഡ് R. ഫോർഡിന് നേരെ ഒരു ലോ കോസ്റ്റ് ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടണമെന്നില്ല. മുജ്തബ ഖൊമേനി ഇന്ന് തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും കപ്പലുകൾക്കും നേരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇറാൻ്റെ അത്യാധുനിക മിസൈലുകളോ സൈബർ ആക്രമണമോ കപ്പലിലെ ആഭ്യന്തര സംവിധാനങ്ങളിൽ തകരാറുണ്ടാക്കാനും സാധ്യതയുണ്ട്. യുദ്ധസമയത്ത് സ്വന്തം അത്യാധുനിക കപ്പലിന് ശത്രുവിൻ്റെ ആക്രമണമേറ്റു എന്ന് സമ്മതിക്കുന്നത് സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളെ സാങ്കേതിക തകരാറെന്ന് വിളിക്കാനാണ് അമേരിക്കൻ സൈന്യം താല്പര്യപ്പെടുക എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഭ്യൂഹം നിലനിൽക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ ഗ്രീസിൽ ലാൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അഭ്യൂഹം ശക്തമാണ്. എന്നാൽ ഇസ്രയേൽ അംബാസിഡറെ എത്തിക്കുന്നതിനോ മറ്റ് സാങ്കേതിക ആവശ്യങ്ങൾക്കോ വേണ്ടിയാണ് വിമാനം അവിടെ എത്തിയതെന്നും നെതന്യാഹു വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. സാധാരണയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുന്ന നേതാവാണ് നെതന്യാഹു. പക്ഷേ നെതന്യാഹു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും പല അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇറാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് നേരെ ഒരു ഡയറക്റ്റ് ആക്രമണം നടത്തിയതിന് ശേഷമാണ് നെതന്യാഹുവിൻ്റെ ഈ അസാന്നിധ്യം എന്നതാണ് ശ്രദ്ധേയം. ഇറാൻ്റെ ആക്രമണം ഇസ്രായേൽ സുരക്ഷാ കേന്ദ്രങ്ങളെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. നെതന്യാഹുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ അടുത്തിടെ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായും സുഖം പ്രാപിച്ചിട്ടില്ല എന്നും അതുകൊണ്ടാണ് പൊതുവേദികളിൽ വരാത്തതെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഇറാൻ നടത്തിയ ആക്രമണത്തോടെ നെതന്യാഹുവിൻ്റെ സുരക്ഷാ പ്രോട്ടോകോൾ കടുപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ വെളിപ്പെടുത്താതിരിക്കാനും
തത്സമയ സംപ്രേഷണങ്ങൾ ഒഴിവാക്കാനും സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. നെതന്യാഹു ചില വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നുണ്ട് എങ്കിലും അവയെല്ലാം മുൻകൂട്ടി റെക്കോർഡ് ചെയ്തവയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് ചില ഇസ്രയേലി ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ നടത്തിയ സർപ്രൈസ് അറ്റാക്കിൽ വിഷവാതകങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ള അഭ്യൂഹവും ശക്തമാണ്. ഇതാണ് നെതന്യാഹുവിൻ്റെ ആരോഗ്യാവസ്ഥ മോശമാക്കാൻ കാരണമെന്നാണ് മറ്റൊരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനൊന്നും സ്ഥിരീകരണമില്ല. നെതന്യാഹുവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ വിശദീകരിക്കുന്നത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്, ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു സുരക്ഷാ കാരണങ്ങളാൽ എന്ന് മാത്രമാണ്. പക്ഷേ അപ്പോഴും ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള അപ്ഡേറ്റുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളും വിശകലനവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.